നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു രസം റെസിപ്പിയാണ്. രസത്തിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ 4 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. 3-4 ചെറിയുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കുരുമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഒരു ഉടം വെളുത്തുള്ളി, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി, 1/4 സ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയുമാണ് രസത്തിന് ആവശ്യമായ സാധനങ്ങൾ. ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരട്ടെ. ഇനി അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയെല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. പൊടിയുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പുളിവെള്ളം കൂടി ചേർത്ത് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ രസമെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ തയ്യാറായി. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.